ഞാൻ പോകാം ആ ക്ഷേത്രത്തിലേക്ക് എന്ന് പറഞ്ഞ് പോകാതിരുന്നാലും പോയാലും ഒരേപോലെ പുണ്യമുള്ള ക്ഷേത്രം. അഹം കാശീം ഗമിഷ്യാമി തത്രൈവ നിവസാമ്യഹം ഇതി ബ്രുവാണ സതതം കാശീവാസഫലം ലഭേത്. ഞാൻ കാശിയിലേക്ക് പോവാണ്, ഞാൻ കാശിയിൽ തന്നെ താമസിക്കാൻ പോവുകയാണ്, ഞാൻ കാശിയിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളാൻ പോവുകയാണെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് പോയില്ലെന്ന് വിചാരിക്കാം. ഗുരുവായൂരിൽ പോവുകയാണ്, എന്നിട്ട് ഗുരുവായൂരിൽ പോയില്ലെങ്കിൽ വിഷമവും. അയ്യോ, ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പോയില്ലല്ലോ എന്ന്. കാശിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് കാശിയിലേക്ക് പോയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. കാശിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ തന്നെ കാശിയിലേക്ക് പോയ ഫലം കിട്ടുന്ന പറയാ. അതുകൊണ്ട് കാശി ക്ഷേത്രത്തിലേക്ക് തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള പ്രവാഹം അത്യുജ്വലമായി നിരന്തരം നടന്നിരുന്നു. അതുപോലെ തന്നെ ഇന്നുമുണ്ട്. കാശിയിലും ഉത്തർപ്രദേശിലും ഡൽഹിയിലും ഹരിയാനയിലും ഉള്ളവര് പിതൃതർപ്പണം കൊടുക്കാൻ വേണ്ടി തെക്കേ ഇന്ത്യയിലേക്ക് വരുന്നത്, കന്യാകുമാരിയിലേക്ക് വരുന്നത്, രാമേശ്വരത്തിലേക്ക് വരുന്നത്. പിതൃതർപ്പണം കൊടുക്കൽ മാത്രമായിരുന്നു ലക്ഷ്യമെങ്കിൽ ത്രിവേണി സംഗമത്തിലാകാമായിരുന്നില്ലേ ഉത്തരേന്ത്യക്കാർക്ക്? അവർക്കൊരു ലക്ഷ്യമുണ്ട്, ഈ നാടിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അവിടെ നിന്ന് തെക്കോട്ട് വരുന്നവര് നിരന്തരമായിട്ട് തെക്കേ ഇന്ത്യക്കാരുമായിട്ട് മിക്സ് ചെയ്യണം. തെക്കേ ഇന്ത്യയിൽ നിന്നുള്ളവര് വടക്കേ ഇന്ത്യക്കാരുമായി മിക്സ് ചെയ്യണം. കാരണമുണ്ട്. ധർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ